വീക്കെൻഡ്സിലുള്ള എൻ്റെ ഹെയർ കെയർ സ്കിൻ കെയർ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചോ. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഐസ് റോളറും കൊണ്ടാട്ടോ. ഫേസിലെ പഫിനെസ് ഒക്കെ മാറി നല്ല ഗ്ലോ കിട്ടും നമുക്ക്. നമ്മുടെ ഐസ് റോളർ കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ ഫേസിൽ ഡയറക്റ്റ് ഐസ് റോളർ ആദ്യം തന്നെ ഉപയോഗിക്കരുത്. ജസ്റ്റ് ഒന്ന് നമ്മുടെ വെള്ളം ഒന്ന് ഇതിൻ്റെ മേളിലൊന്ന് ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ മുഖത്തൂടെ എല്ലാം ഒന്നിട്ട് ഇതുപോലെ ഇട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. നല്ല സുഖമുണ്ട് ഗൈസ്. ചൂടും കൂടെ ഉള്ളപ്പോൾ നമുക്കിതൊക്കെ അടിപൊളിയാണ്. രാവിലെ നല്ലൊരു സോഫ്റ്റ് ടവലെടുത്ത് നമ്മളിതുപോലെ ഫേസൊക്കെ നല്ല രീതി ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അധികം റഫായിട്ട് നമ്മൾ യൂസ് ചെയ്യരുതേ. നമുക്ക് എൻ്റെ ഫേസ് നേരത്തേക്കാളും ചെറുതായിട്ടൊന്ന് ഗ്ലോ വച്ചിട്ടില്ലേ. ഇനി നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യാൻ പോവാം കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സെറ്റാഫിലിൻ്റെ ക്ലെൻസറാട്ടോ. നമുക്കപ്പോൾ യൂസ് ചെയ്യാവേ. നമ്മൾ ജസ്റ്റ് കൈ കിട്ടുന്ന നല്ല രീതി ഒന്ന് പതച്ചെടുക്കണം. എന്നിട്ട് വേണം ഫേസിലോട്ട് നമ്മൾ ക്ലെൻസർ ഉപയോഗിക്കാൻ. മാക്സിമം 1 മിനിറ്റെങ്കിലും നമ്മൾ ഫേസിൽ ക്ലെൻസർ ഉപയോഗിച്ച് ശരിക്കും നമ്മൾ മസാജ് ചെയ്ത് വാഷ് ചെയ്യണം. കാരണം നമ്മുടെ ഫേസിലെ ഡേർട്ടെല്ലാം നല്ല രീതിയിൽ പോകാനായിട്ട് കേട്ടോ. ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നോക്കിക്കേ, എൻ്റെ ഫേസിൽ ചെറിയ ചെറിയ രോമങ്ങളുണ്ട്. അപ്പം നമുക്കത് ഫുൾ റിമൂവ് ചെയ്യണം. അതിന് ഞാൻ ഇവിടെ എടുത്തേക്കും നമ്മുടെ അലോവേറയുടെ ചെറിയൊരു പീസാട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസിൽ കൂടെ ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ജെല്ല് എല്ലായിടത്തും ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ റേസർ ബ്ലേഡും കൊണ്ട് ഇത് ഫുള്ള് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകാം കേട്ടോ, ആ ഹെയർ മൊത്തം. അതേ നമ്മുടെ അലോവേറ ജെൽ നമ്മുടെ ഫേസ് ഫുള്ള് തൂത്തിട്ടുണ്ട്. ഇത് നമ്മൾ റേസർ ബ്ലേഡ് ഇതാട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബ്ലേഡും വെച്ച് നമ്മൾ ഫുൾ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ പോവാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഡെയിലി ഫേസ് സ്ക്രബും ഫേസ് മാസ്കും യൂസ് ചെയ്യും കേട്ടോ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ടാൻ റിമൂവലിന് അതുപോലെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും പറ്റുന്ന ഒരു ഫേസ് മാസ്ക്. അതാട്ടോ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത്. വീക്കെൻഡ്സിൽ മാത്രം ഞാൻ വേറെ ഏതെങ്കിലും മാസ്ക് ആട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഗുഡ് വൈബ്സിന്റെ റോസ് ഹിബ് എന്ന് പറഞ്ഞൊരു ഫേസ് മാസ്ക് ആട്ടോ. ഇത് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ഗ്ലോ ചെയ്യും. സോ നമുക്ക് ഇട്ടാലോ. നമ്മളിപ്പം ഫേസിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ നെക്കിലും കൂടെ പ്രോപ്പറായിട്ട് അത് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് രണ്ട് കളറായിട്ട്. ഇനി അതൊരു 20 to 25 മിനിറ്റ്സ് നമ്മൾ ഫേസ് നല്ല രീതിയിലൊന്ന് അധികം ഡ്രൈ ആക്കാൻ വെക്കരുത്. ഒരു മീഡിയം ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളിത് വാഷ് ചെയ്ത് കളയണം കേട്ടോ. അങ്ങനെ 20 മിനിറ്റ്സ് ആയപ്പോഴത്തേക്ക് ഇതൊരു മീഡിയം ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കൊന്ന് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഫേസിൽ ഇതേ നമ്മുടെ പോൺസിന്റെ ക്രീം ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ മാസ്ക് ഒക്കെ ഇട്ട് ഫേസ് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആയതല്ലേ, അപ്പോൾ ഒന്ന് മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, കുളിക്കുന്നതുകൊണ്ടാട്ടോ ഞാനിപ്പം മുഖത്ത് ക്രീം മാത്രം ഇട്ട് കൊടുക്കുന്നേ. അങ്ങനെ നമ്മുടെ ഫേസ് കെയർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ കെയറിലോട്ട് പോകാം. ഓക്കെ, ഇത് ഈ കാണുന്ന കേട്ടോ നമ്മുടെ ഹെയർ മാസ്കിന് വേണ്ട മെയിൻ ഐറ്റം, അതായത് കുക്ക് ചെയ്തെടുത്ത റൈസ്. ഇതിലേക്ക് നമ്മളൊരു ചെറിയ ഏത്തപ്പഴത്തിന്റെ പകുതി പീസും കുറച്ച് ഹണിയും കൂടെ ചേർത്ത് ഫൈൻ പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടാട്ടോ ആ ഹെയർ മാസ്ക് നമ്മുടെ തലയിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഇനി ഇത് അരയ്ക്കാൻ പോട്ടോ. നമ്മൾ നേരത്തെ എടുത്ത റൈസ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് നമ്മൾ എടുത്തിട്ട് ചെറിയൊരു ഏത്തപ്പഴത്തിന്റെ ഒരു 3-4 പീസ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ടേ. നമ്മൾ ഇത് നേരത്തെ എടുത്ത് വെച്ച് നമ്മുടെ തേനും കൂടെ എടുത്ത് 2 സ്പൂൺ ഒഴിക്കുന്നുണ്ട് കേട്ടോ.
ഇത്ര നല്ല രീതിയിൽ നമ്മൾ ഇനി പേസ്റ്റ് ആയിരിക്കുന്ന പോലെ അരച്ചെടുക്കണേ. സോ ഗൈസ്, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ എൻ്റെ ഒരു ഹെയർ ഓയിലാട്ടോ. ഇത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആണ്. ഞാൻ കഴിഞ്ഞ മെയ് ജൂൺ ടൈമിലാണ് മുട്ട അടിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രാവശ്യം പോയി അല്ലാണ്ട് ബോയ്ക്കെട്ടൊക്കെ അടിച്ച് മുടി നല്ല രീതിയിൽ നീട്ടാതെ നമ്മൾ വെട്ടി വിടുമായിരുന്നു. ഇപ്പം നീട്ടാമെന്ന പ്ലാനിലോട്ട് നമ്മൾ വന്നു. അതുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ ഹെയർ ഓയിലൊക്കെ തേച്ച് മുടിയൊക്കെ നല്ല വളർത്താനുള്ള പരിപാടി നോക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി എണ്ണ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ മുടി നല്ല രീതിയിൽ ഷാമ്പൂ ഇത് വാഷ് ചെയ്ത് കളണം. ഇച്ചിരി ചൂടാക്കി വെള്ളം എണ്ണയൊക്കെ തല തേക്കുക. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഹോം മെയ്ഡ് ഓയിൽ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് ഹീറ്റ് ചെയ്യാത്തത്. അല്ലാത്ത ആൾക്കാർ നിങ്ങൾ എണ്ണ എടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് തല തേക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ല രീതിയിൽ കൂടും. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ആവാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സഹായിക്കും. സോ ഇതിപ്പം നല്ല രീതിയിൽ നമ്മുടെ തലയിലോട്ട് എണ്ണയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഷാമ്പൂ ഇട്ട് ഫുൾ വാഷ് ചെയ്ത് കളയാം. സോ ഗൈസ്, ഇതാട്ടോ നമ്മുടെ ഹെയർ മാസ്ക്. ഇത് നമ്മളിനി തലയിലോട്ട് തിരിക്കുക. നമ്മുടെ റൈസും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏത്തപ്പഴവും തേനും കൂടി ഇട്ട് അരച്ചാട്ടോ. ഇത് നന്നായിട്ട് തലയിലൊട്ടിയിലോട്ടൊക്കെ നന്നായിട്ട് പിടിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ ഇതിൻ്റെ കൂടത്തി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തൈര് ഇതിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കാം കേട്ടോ. അത് കുറച്ചും കൂടി നല്ലതാണ്. പക്ഷെ ഞാനിവിടെ തൈര് ഇല്ലാത്തത് കൊണ്ട് തേൻ മാത്രമേ യൂസ് ആക്കിയിട്ടുള്ളൂ, വേറെ ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് കുറച്ച് കട്ടി ഉണ്ടാവും, പക്ഷെ കുഴപ്പമില്ല. നല്ല രീതിയിൽ തേച്ച് പിടിച്ചെടുക്കാം. ഓക്കെ, 20-25 മിനിറ്റ് വെച്ച ശേഷം നമ്മൾ നല്ല രീതിയിൽ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വാഷ് ചെയ്യാവേ. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ഷാമ്പൂ നമ്മുടെ മാമാഅർത്തിന്റെ വന്നിട്ട് കേരള താളി ഷാമ്പൂ ആട്ടോ. ഞാൻ എപ്പോഴും വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാട്ടോ തേക്കുന്നത് തലയില്. വീക്കെൻഡുകളിൽ ഞാൻ ഉപയോഗിക്കുന്ന മെയിൻ ഒരു ഐറ്റം ആണോ ഈ കാണുന്നത്. നല്ലൊരു അടിപൊളി ഹോം മെയ്ഡ് ബോഡി സ്ക്രബ്. ഇതിൻ്റെ അകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളെ നമ്മൾ എടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിലൊക്കെ ബോഡിയിലായിക്കോട്ടെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു റിസൾട്ട് കിട്ടും. ഇത് ഞാൻ നിങ്ങളെ യൂസ് ചെയ്ത് കാണിച്ചിട്ട് കേട്ടോ. ഇതിനകത്ത് കുറച്ചെടുക്കുക. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് കോഫി പൗഡർ വേണം, പിന്നെ പഞ്ചസാര വേണം, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, തേന്, പിന്നെ വന്നിട്ട് നമ്മുടെ കുറച്ച് കോക്കനട്ട് ഓയില്, പിന്നെ നമ്മൾ ഏത് ബോഡി വാഷാണ് ഉപയോഗിക്കുന്നത് ആ ഒരു ബോഡി വാഷും കൂടെ കുറച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചാൽ കേട്ടോ. എന്നിട്ട് വീക്കെൻഡുകളിൽ നമ്മൾ നല്ല രീതിയിൽ മേത്ത് തേച്ച് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യുക. ഓക്കെ, വീക്കെൻഡുകളിൽ മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. ഡെയിലി യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആവും. എങ്ങനെ മാറ്റമൊക്കെ ഉണ്ടോ നോക്കിക്കേ. ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ എനിക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ആ വ്ളോഗിന്റെ തുടക്കം ഒന്ന് എടുത്ത് നോക്കി, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൈറ്റൺ ആയിട്ടുണ്ട്. ആ ടാനൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. പ്രോപ്പറായിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാണല്ലോ ഇപ്പം എത്ര കളർ കുറഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് എൻ്റെ പഴയ കുറച്ച് ഫോട്ടോസ് വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലാവും. ആ ഫോട്ടോസിൽ ഞാൻ അത്രയും ഡാർക്ക് ഇല്ലേലും ഒരു മീഡിയം ഡാർക്ക് ആയിരുന്നേ. ആ അതിൽ നിന്നാണ് ഞാനിപ്പം ഭയങ്കര ഫെയർ അല്ലേലും അത്യാവശ്യം ഒരു ഫെയറിലോട്ട് എത്തിയത്. അത് എൻ്റെ അമ്മ ചെറുപ്പം തൊട്ട് എന്നെ സ്കിൻ കെയർ ചെയ്യിപ്പിക്കുമായിരുന്നു. എനിക്കൊരു ബോധം പൊക്കണം വെച്ച പ്രായം തൊട്ട് ഞാൻ സ്വന്തമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഞാൻ ഫേസിൽ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ, ഫേസിൽ മാസ്കും അതുപോലെ തന്നെ സ്കിൻ കെയറും, പിന്നെ ഹോസ്റ്റലിൽ ചെന്നപ്പോഴാണെങ്കിലും കൂട്ടുകാരെല്ലാം കൂടെ കൂടി മുട്ടവെള്ളയും ഗ്രൂപ്പിൻ്റെ മറ്റേ പാക്കറ്റും ഒക്കെ ഉപയോഗിച്ച് ഞങ്ങൾ അവിടെ സ്കിൻ കെയർ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക്
കുറച്ച് വ്യത്യാസമൊക്കെ വന്നു തുടങ്ങിയത്. പ്രോപ്പറായിട്ട് ചെയ്ത് നോക്ക്, 100 110% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇപ്പം ഞാൻ ചെയ്ത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി സ്ക്രബാണ്. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കേ, നല്ല അടിപൊളി സാധനമാണ്. റിസൾട്ട് 100 110% പക്കയാണ്. ചെയ്ത് നോക്ക്. ബാക്കി സ്കിൻ കെയർ റൂട്ടീനിലോട്ട് കിടക്കാം കേട്ടോ. ഞാൻ ഫേസ് ക്ലെൻസ് ചെയ്തു നമ്മുടെ സെറ്റാഫിലും ക്ലെൻസറും കൊണ്ട്. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന റോസ് വാട്ടറിൻ്റെ ടോണർ ആട്ടോ. ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചൊരു ലോക്കൽ റോസ് വാട്ടറിൻ്റെ ടോണർ ആട്ടോ. ഞാൻ വേറൊരു ടോണർ പർപ്പിളിൽ നോക്കി വെച്ചിട്ടുണ്ട്, വാങ്ങണം. അങ്ങനെ ടോണർ അത്യാവശ്യം നമ്മുടെ ഫേസ് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുക്കുന്ന സിറം വന്നിട്ട് നമ്മുടെ ഡെർംഡോക്കിൻ്റെ 10% വരുന്ന നൈനാസിനമൈഡ് വരുന്ന ഒരു സിറം ആട്ടോ. തീരാറായി. സിറം നല്ല രീതിയിൽ അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പോൺസിന്റെ മോയ്സ്ചറൈസർ എടുക്കാം കേട്ടോ. ഏകദേശം തീരാറായി. ഇനി ചെയ്യുന്നുണ്ടോ, ഇത്രയും കൂടെ ഉള്ളൂ. സോ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ലിബാം ആട്ടോ ലാസ്റ്റായിട്ട് നമ്മളിടുന്നത്. ഇത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നേരമായി, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു കട്ട അങ്ങ് വിട്ടു. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാതെ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു നാച്ചുറൽ ഷെയ്ഡ് കിട്ടുള്ളൂ നമ്മുടെ ലിപ്സിന്, ഒരു പിങ്കിഷ് കളറായിട്ട്. സോ നമ്മൾ ഒരു പൊട്ടും കൂടെ തൊട്ട് കൊടുക്കണം. പൊട്ട് മസ്റ്റാണ്. ഇനി നമുക്ക് ബോഡി ലോഷനും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ കംപ്ലീറ്റ് ആവും കേട്ടോ. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഹെയർ കെയർ സ്കിൻ കെയറും കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ബോഡി സ്ക്രബിന്റെ ഡീറ്റെയിൽസ് വേണ്ടവർ ജസ്റ്റ് കമന്റ് ഇട്ടാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. സോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.